ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, PM ശ്രീക്ക് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കേട്ടതുപോലെ എതിരായ കടുത്ത സ്വരങ്ങളൊന്നും ദേശീയ നേതൃത്വത്തിൽ നിന്നൊന്നും കേൾക്കുന്നില്ല. പക്ഷേ എല്ലാം ചർച്ച ചെയ്യുമെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ് റോഷി. ഞാനിപ്പോൾ നിൽക്കുന്നത് CPI ദേശീയ ആസ്ഥാനത്തിന് മുന്നിലാണ്, അജോയ് ഭവനിലാണ്. ഇതിന് ഉള്ളിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കത്തുകൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ എന്താകും തുടർ തീരുമാനം, മാത്രമല്ല കേരളത്തിൽ തീരുമാനമെടുക്കേണ്ട, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന CPI ക്യാബിനറ്റിൽ നിന്ന് CPI മന്ത്രിമാരെ പിൻവലിക്കുമോ എന്നതടക്കമുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഇതിലൊക്കെ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ D രാജയ്ക്ക് കത്ത് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുന്ന യോഗം വളരെ പ്രധാനമാണ്. ഇന്നത്തെ യോഗത്തിനു ശേഷം വൈകുന്നേരം യോഗം പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യോഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P സന്തോഷ് കുമാറും K പ്രകാശ് ബാബുവും നൽകിയ പ്രതികരണങ്ങൾ വളരെ തീവ്രമായിരുന്നു. ആഞ്ഞടിച്ചു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന പ്രതികരണമാണ്. ഗോളി, വലകാക്കേണ്ട ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കുന്നതാണ് നമ്മൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കണ്ടത്. CPIക്ക് പുല്ലുവിലയാണോ നൽകുന്നത് CPM എന്ന ചോദ്യം ഉയർന്നിരുന്നു. CPI മാത്രമല്ല, CPMന്റെ പോഷക സംഘടനകൾ അടക്കം ഈ നിലപാടാണ് സ്വീകരിച്ചത്. PM ശ്രീയെ അനുകൂലിക്കരുത്, PM ശ്രീയിൽ ചേരരുത് എന്ന നിലപാടാണ് SFIയും അനുബന്ധ പോഷക സംഘടനകളും എടുത്ത്. അവരുടെ നിലപാടിന് കൊടുക്കുന്ന വിലയും അങ്ങനെയല്ലേ, പുല്ലുവിലയല്ലേ എന്ന മറുചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും രൂക്ഷമായ പ്രതികരണങ്ങൾ CPIയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. D രാജയും ആനി രാജയും പറയുന്നത് കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷമുള്ള പ്രതികരണം എന്നാണ്. ഏതായാലും കൃത്യമായ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് ദില്ലിയിലും ഇപ്പോൾ അജോയ് ഭവനിൽ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീരുമാനത്തിൽ, ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന ബിനോയ് വിശ്വത്തിന്റെ കത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട യോഗമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തീരുമാനം ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. റോഷൻ, യെസ്, കേന്ദ്ര തലത്തിലും നിർണായക യോഗം നടക്കുകയാണ്. ആദിൽ പാലോട് അതിന്റെ വിശദാംശങ്ങളെല്ലാം അപ്പോൾ നൽകാൻ വേണ്ടി അവിടെ തന്നെ തുടരുന്നുണ്ട്.